പാഠപുസ്തകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ വിഭാഗത്തിലേക്ക് ചോദിച്ച ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗറില്ല സമരം നടത്തിയ നേതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് താന്ത്യ തോപ്പി. പുരാതന കാലത്ത് കേരളവുമായി യവനന്മാർക്കും റോമാക്കാർക്കും ഉണ്ടായിരുന്ന വാണിജ്യ ബന്ധത്തിന്റെ ശക്തമായ തെളിവുകൾ ഉത്ഖനനത്തിലൂടെ ലഭിച്ച പ്രദേശം? ആൻസർ ഓപ്ഷൻ ഡി ആണ് പട്ടണം. ഇന്ത്യൻ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ആന്ധ്രാപ്രദേശ്. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം? ആൻസർ ഓപ്ഷൻ എ ആണ് ജനീവ. ഗാന്ധിജി നയിച്ച സമരങ്ങൾ താഴെ നൽകിയിരിക്കുന്നു, ശരിയായ ക്രമം തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ എ ആണ്. ആദ്യം ചമ്പാരൻ സത്യാഗ്രഹം, രണ്ടാമത് ഖേദ സത്യാഗ്രഹം, മൂന്നാമത് നിസ്സഹരണ പ്രസ്ഥാനം, നാലാമത് സിവിൽ നിയമലംഘന പ്രസ്ഥാനം. 2023 150-ാം ജന്മവാർഷികം ആചരിക്കപ്പെടുന്ന നവോത്ഥാന നായകൻ? ആൻസർ ഓപ്ഷൻ ബി ആണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഭൂവൽക്കത്തെക്കുറിച്ച് താഴെ പറയുന്നതിൽ ഏതാണ് ശരി? ആൻസർ ഓപ്ഷൻ ബി ആണ് 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള ശിലാനിർമ്മിതമായ കട്ടിയുള്ള ഭാഗമാണ് ഭൂവൽക്കം. സമുദ്രതട ഭൂവൽക്കത്തിന് വൻകര ഭൂവൽക്കത്തെ അപേക്ഷിച്ച് കനം കുറവാണ്. തിരമാലകൾ എന്നാൽ? ആൻസർ ഓപ്ഷൻ സി ആണ് 2. സമുദ്രോപരിതലത്തിലൂടെയുള്ള ഊർജ പ്രവാഹമാണ് തിരമാലകൾ. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഇന്ത്യൻ തീര സമതലങ്ങളെ കുറിച്ചുള്ള തെറ്റായ സൂചന കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ ആണ്. ഒന്നാമത്തതാണ് തെറ്റായിട്ടുള്ളത്. ശരിയായിട്ടുള്ളത് നോക്കാം. കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദികൾ പൂർവ്വതീരങ്ങളിൽ വിശാലമായ ഡെൽറ്റകൾ സൃഷ്ടിക്കുന്നു. താഴ്ന്നുപോയ സമതലങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് പശ്ചിമതീര സമതലങ്ങൾ. 10ാമത്തെ ചോദ്യം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലെ ഒരു പ്രധാന ഭൗമ താപോർജ ഉൽപാദന കേന്ദ്രമാണ്? ഓപ്ഷൻ ബി 1ഉം 2ഉം. പുക താഴ്വര, മണികരൺ, ഇത് രണ്ടുമാണ് ഇന്ത്യയിലെ ഒരു പ്രധാന താപോർജ ഉൽപാദന കേന്ദ്രം. 2023 ഡിസംബറിൽ ചെന്നൈയിൽ ഉണ്ടായ വെള്ളപ്പൊക്കത്തിന് കാരണമായ ചുഴലിക്കാറ്റ്? ആൻസർ ഓപ്ഷൻ സി ആണ് മിഷോങ്. ആഗോളവൽക്കരണത്തിന്റെ പ്രധാന ഫലങ്ങളിൽ ഒന്നാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് പുറം പണിക്കരാർ. GST നിലവിൽ വന്നത് എന്നാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് 2017 ജൂലൈ 1. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നതിൽ യോജിക്കാത്ത പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇതൊന്നുമല്ല. പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി യോജിക്കാത്ത പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. അപ്പോൾ അതുമായി യോജിക്കുന്നവയാണ്. ഇതിൽ നയങ്ങളെ രണ്ടായി തരംതിരിക്കുന്നു: സുസ്ഥിരമാക്കൽ നടപടികൾ, ഘടനാപരമായ പരിഷ്കാരങ്ങൾ. സുസ്ഥിരമാക്കൽ നടപടികൾ അടവ് സിസ്റ്റത്തിലെ കമ്മി പരിഹരിക്കുന്നതിനും പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിനുമാണ് ഈ നടപടികൾ ലക്ഷ്യം വച്ചത്. ഘടനാപരമായ പരിഷ്കാര നയങ്ങളിൽ സമ്പദ് വ്യവസ്ഥയുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുക, അന്താരാഷ്ട്ര മത്സരക്ഷമത വർദ്ധിപ്പിക്കുക എന്നിവയാണ് പ്രധാന ലക്ഷ്യം. അടുത്ത ചോദ്യം, നീതി ആയോഗുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇവയെല്ലാം. നയരൂപീകരണവും പദ്ധതികളുടെ ചട്ടക്കൂടും രൂപപ്പെടുത്തൽ, സഹകരണ ഫെഡറലിസം, നിരീക്ഷണവും വിലയിരുത്തലും. പ്രധാനമന്ത്രി ജൻധൻ യോജന നിലവിൽ വന്നത് എന്നാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് 2014 ഓഗസ്റ്റ് 28. താഴെ പറയുന്നതിൽ മാർഗനിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് നൽകിയിരിക്കുന്നത്. തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി ആണ് 1ഉം 2ഉമാണ് തെറ്റായിട്ടുള്ളത്. ശരിയായിട്ടുള്ളത് 3ഉം 4ഉമാണ്. വില്ലേജ് പഞ്ചായത്തുകളെ പ്രോത്സാഹിപ്പിക്കുന്നു, അന്താരാഷ്ട്ര സമാധാനം പ്രോത്സാഹിപ്പിക്കുന്നു. സമവർത്തി ലിസ്റ്റിലോ സംസ്ഥാന ലിസ്റ്റിലോ പറഞ്ഞിട്ടില്ലാത്ത ഏത് വിഷയവുമായും ബന്ധപ്പെട്ട് നിയമം നിർമ്മിക്കുവാൻ പാർലമെന്റിന് അധികാരം ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പറഞ്ഞിരിക്കുന്ന അനുച്ഛേദം? ആൻസർ ഓപ്ഷൻ ഡി ആണ് അനുച്ഛേദം 248. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായത് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി ആണ് 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. സംസ്ഥാനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന തർക്കങ്ങളെ കുറിച്ച് അന്വേഷണ വിചാരണ നടത്തുവാനും ഉപദേശിക്കുവാനും പ്രസിഡന്റിന് അധികാരം ഉണ്ടായിരിക്കും. സംസ്ഥാനങ്ങളുടെ കടമെടുപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 293 ആകുന്നു. ട്രേഡ് യൂണിയനുകൾ ഏത് ലിസ്റ്റിൽ വരുന്നവയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് കൺകറന്റ് ലിസ്റ്റ്. താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് 3ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. 73ാമത് ഭേദഗതി പഞ്ചായത്ത് രാജ് സമ്പ്രദായം നടപ്പിലാക്കി.
74ാമത് ഭേദഗതി നഗരപാലികാ ബിൽ നടപ്പിലാക്കി. താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. എയും ബിയും ശരിയാണ്. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9 നടന്നു. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം 207 ആണ്. താഴെ തന്നിട്ടുള്ളതിൽ ജസ്റ്റിസ് ഫാത്തിമ ബീവിയെക്കുറിച്ച് ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ മലയാളി വനിത. കേരള ഹൈക്കോടതിയിലെ ആദ്യ മുസ്ലിം വനിതാ ജഡ്ജി. അടിയന്തരാവസ്ഥ കാലത്ത് അനുച്ഛേദം 19 റദ്ദ് ചെയ്യുന്നത് സംബന്ധിച്ച ആർട്ടിക്കിൾ. ആൻസർ ഓപ്ഷൻ ബി ആണ്. ആർട്ടിക്കിൾ 358. നിലവിലെ UPSC ചെയർമാൻ ആരാകുന്നു? ആൻസർ ഓപ്ഷൻ ബി ആണ്. മനോജ് സോണി. താഴെ പറഞ്ഞിരിക്കുന്നത് തെറ്റായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് തെറ്റായിട്ടുള്ളത്. ശരിയായിട്ടുള്ളത് നോക്കാം. പഞ്ചായത്ത് രാജ് സംവിധാന പ്രകാരം 1/3 സീറ്റുകൾ എല്ലാ തലത്തിലും സ്ത്രീകൾക്കായി സംവരണം ചെയ്തിട്ടുണ്ട്. പഞ്ചായത്ത് രാജ് ഭരണഘടനയുടെ 11ാം ഷെഡ്യൂളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഗ്രാമസഭയുടെ മേൽനോട്ടത്തിലാണ് ഗ്രാമപഞ്ചായത്ത് പ്രവർത്തിക്കുന്നത്. കേരളത്തിൽ പഞ്ചായത്ത് രാജ് ദിനം എന്നാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ഫെബ്രുവരി 19. കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം രൂപീകൃതമായത് ഏത് ആക്ട് പ്രകാരമാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. 2008 28ാം നമ്പർ ആക്ട്. കേരള ജുഡീഷ്യൽ സർവീസിലെയോ കേരള ക്രിമിനൽ ജുഡീഷ്യൽ സർവീസിലെയോ ഒരംഗത്തെ സസ്പെൻഡ് ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ഹൈക്കോടതി. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് രാസവസ്തുവിന്റെ ഉൽപാദനം കുറയുന്നത് മൂലമാണ് പാർക്കിൻസൺസ് എന്ന രോഗം ഉണ്ടാകുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്. ഡോപ്പമിൻ. വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം നേത്രാവരണം കോർണിയയും വരണ്ട് കോർണിയ അതാര്യമായി തീരുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേര്? ആൻസർ ഓപ്ഷൻ സി ആണ്. സീറോഫ്താൽമിയ. താഴെ കൊടുത്തിരിക്കുന്നത് തെറ്റായി യോജിപ്പിച്ചിരിക്കുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. 3ഉം 4ഉം. ശരിയായിട്ടുള്ളത് നോക്കാം. പ്രൊലാക്റ്റിൻ മുലപ്പാൽ ഉൽപാദനം. സൊമാറ്റോട്രോപിൻ ശരീര വളർച്ച ത്വരിതപ്പെടുത്തുന്നു. RNAയിൽ കാണപ്പെടാത്ത നൈട്രജൻ ബേസ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. തൈമിൻ. എന്നാൽ RNAയിൽ കാണപ്പെടുന്ന നൈട്രജൻ ബേസ് ആണ് അഡിനിൻ, യുറാസിൻ, സൈറ്റോസിൻ. ദേശീയ പഞ്ചായത്ത് പുരസ്കാരം 2023 ശിശു സൗഹൃദ വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയ കേരളത്തിലെ ഗ്രാമം? ആൻസർ ഓപ്ഷൻ എ ആണ്. ചെറുതന, ആലപ്പുഴ. 2023 വൈദ്യശാസ്ത്ര നൊബേലിന് അർഹരായ ശാസ്ത്രജ്ഞർ? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഡ്രൂ വെയ്സ്മാൻ. ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ ഏറ്റവും തരംഗദൈർഘ്യം കൂടിയ രശ്മി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. റേഡിയോ തരംഗം. 39ാമത്തെ ചോദ്യം ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. 20 ഗ്രാം ഭാരമുള്ള ഒരു വസ്തുവിന്റെ ഭൂമിയിൽ നിന്നുള്ള പലായന പ്രവേഗം 11.2 km/s ആണ്. എങ്കിൽ 100 ഗ്രാം ഭാരമുള്ള വസ്തുവിന്റെ പലായന പ്രവേഗം എത്രയായിരിക്കും? ആൻസർ ഓപ്ഷൻ സി ആണ്. 11.2 km/s. ഒരു തടാക പ്രതലത്തിൽ നിന്ന് 10 മീറ്റർ ആഴത്തിൽ നീന്തുന്ന ഒരാളിൽ അനുഭവപ്പെടുന്ന മർദ്ദം എത്രയാണ്? G = 10 m/s². അന്തരീക്ഷ മർദ്ദം 1 atm. സാന്ദ്രത 10³ kg/m³. ആൻസർ ഓപ്ഷൻ ബി ആണ്. 2 atm. മനുഷ്യ രക്തത്തിലെ pH മൂല്യം എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. 7.4. സ്റ്റെയിൻലെസ് സ്റ്റീൽ നിർമ്മിക്കുവാൻ ഇരുമ്പിൽ ചേർക്കുന്ന ലോഹം? ആൻസർ ഓപ്ഷൻ എ ആണ്. നിക്കൽ. വായു കുമിളകൾ താഴെ നിന്ന് ജലത്തിന്റെ ഉപരിതലത്തിലേക്ക് നീങ്ങുമ്പോൾ വികസിക്കുന്നു. ഇത് ഏതിന്റെ ഒരു ഉദാഹരണമാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ബോയിൽ നിയമം. ഇനി പറയുന്നതിൽ ഏതിനാണ് 0 രാസസംയോഗ ശക്തി ഉള്ളത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഹീലിയം. അമ്മന്നൂർ മാധവ ചാക്യാർ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. കൂടിയാട്ടം. ഒളിമ്പിക്സിലെ ആദ്യ ടീം മത്സര ഇനം? ആൻസർ ഓപ്ഷൻ ബി ആണ്. ഫുട്ബോൾ. ആശയഗംഭീരൻ എന്നറിയപ്പെടുന്ന മലയാള കവി? ആൻസർ ഓപ്ഷൻ ഡി ആണ്. കുമാരനാശാൻ. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യന് പെറ്റമ്മ തൻ ഭാഷ താൻ ആരുടെ വാക്കുകളാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. വള്ളത്തോൾ. അടുത്തിടെ ചൈനയിൽ കുട്ടികളിൽ കണ്ടെത്തിയ വൈറസ് ബാധ? ആൻസർ ഓപ്ഷൻ ബി ആണ്. H9N2. അടുത്തത് മാത്സ് വിഭാഗത്തിലെ ചോദ്യങ്ങളാണ്. 2 1/2 പ്ലസ്
3 1/3 പ്ലസ് 4 1/4 ഈക്വൽ ടു ഓപ്ഷൻ ബി ആണ് 10 1/12. 52ാമത്തെ ചോദ്യം എക്സിന്റെ വില കാണാനാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് 21. ഒരു സമാന്തര ശ്രേണിയുടെ 15ാം പദം 35, 35ാം പദം 15 ആയാൽ പൊതുവ്യത്യാസം എത്ര? ആൻസർ ഓപ്ഷൻ സി ആണ് -1. എയുടെ 30% ഈക്വൽ ടു ബിയുടെ 20% ആയാൽ എ പ്ലസ് ബി ഈസ് ടു ബി മൈനസ് എ എത്ര? ആൻസർ ഓപ്ഷൻ ഡി ആണ് 5:1. ഒരു കോഡ് ഭാഷയിൽ ബോംബെ ഈക്വൽ ടു 52 ആയാൽ ഡൽഹി എത്ര? ആൻസർ ഓപ്ഷൻ സി ആണ് 33. 6000 രൂപയ്ക്ക് 6% സാധാരണ പലിശ നിരക്കിൽ 10 മാസത്തേക്കുള്ള പലിശ എത്ര? ആൻസർ ഓപ്ഷൻ ബി ആണ് 300 രൂപ. കൂട്ടത്തിൽ ബന്ധമില്ലാത്ത സംഖ്യ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ ആണ് 391. 40 മിനിറ്റ് കൊണ്ട് മിനിറ്റ് സൂചി എത്ര ഡിഗ്രി തിരിയും? ആൻസർ ഓപ്ഷൻ ഡി ആണ് 240 ഡിഗ്രി. ഒരു എണ്ണൽ സംഖ്യ അതിന്റെ വ്യുൽക്രമത്തിന്റെ 16 മടങ്ങാണ്, എന്നാൽ സംഖ്യ ഏത്? ആൻസർ ഓപ്ഷൻ ബി ആണ് 4. 6 പവർ 15ന്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എത്ര? ആൻസർ ഓപ്ഷൻ സി ആണ് 6. അടുത്തത് ഇംഗ്ലീഷ് ഭാഗത്തിലെ ചോദ്യങ്ങളാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെന്റൻസസ് കണ്ടെയ്ൻ എ ജെറണ്ട്? ആൻസർ ഓപ്ഷൻ സി ആണ് ഹി എൻജോയ്സ് പ്ലേയിങ് സോസർ. That was dash disappointment, but we managed to get dash room across dash hall from it. Answer option B ആണ് A, the. That was a disappointment, but we managed to get the room across the hall from it. As soon as he came, he made sure that everything was all right. Change into a negative sentence without changing its meaning. Answer option A ആണ് വരുന്നത്. No sooner did he come than he made sure that everything was all right. If James dash enough money, he dash buy a new car next year. Answer option A ആണ് ഹാഡും വുഡുമാണ് വരുന്നത്. If James had enough money, he would buy a new car next year. He was absent dash he was sick. Answer option A ആണ് because. He was absent because he was sick. 66ാമത്തെ ചോദ്യം PSC ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ചൂസ് ദി കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. ആൻസർ ഓപ്ഷൻ സി ആണ് ഡിസ്ക്രിപ്പൻസി. DISCREPANCY. ഹിസ് സ്പീച്ച് ഹാസ് ടേക്കൺ ദി വിൻഡ് ഔട്ട് ഓഫ് മൈ സെയിൽസ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ആൻസർ ഓപ്ഷൻ സി ആണ് മേഡ് മൈ വേർഡ്സ് ഓർ ആക്ഷൻസ് ഇൻഎഫക്റ്റീവ്. They said let us come in. ആൻസർ ഓപ്ഷൻ ഡി ആണ് They requested me to let them come in. A speech made by someone for the first time. ആൻസർ ഓപ്ഷൻ എ ആണ് മെയ്ഡൻ സ്പീച്ച്. അടുത്തത് മലയാള ഭാഗത്തിലെ ചോദ്യങ്ങളാണ്. ശരിയായ പ്രയോഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് 1ഉം 3ഉം ശരിയാണ്. 10 തെങ്ങ് 100 പുസ്തകം. നേതാവ് എന്ന പദത്തിന്റെ സ്ത്രീലിംഗം. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് നേത്രി. മിന്നാമിനുങ്ങ എന്ന പദത്തിന്റെ പര്യായ പദമാണ്. ഓപ്ഷൻ ബി 3ഉം 4ഉം ശരിയാണ്. തൈജസ കീടം അതുപോലെ തന്നെ ഖദ്യോതം. തൈജസ കീടം ഖദ്യോതം ഇത് രണ്ടുമാണ് മിന്നാമിനുങ്ങ എന്ന പദത്തിന്റെ പര്യായങ്ങൾ. ഫടൻ എന്ന വാക്കിന്റെ അർത്ഥം. ആൻസർ ഓപ്ഷൻ എ ആണ് 1 മാത്രമാണ് ശരി. വഞ്ചകൻ എന്നാണ് ഫടൻ എന്നതിന്റെ അർത്ഥം. ഫാനിന്റെ ഫായാണ് വരുന്നത്. ഫടൻ എന്ന വാക്കിന്റെ അർത്ഥം വഞ്ചകൻ. ധനം എന്ന വാക്കിന് പകരം ഉപയോഗിക്കാവുന്ന പദം. ആൻസർ ഓപ്ഷൻ ബി ആണ് 1ഉം 2ഉം ശരിയാണ്. അർത്ഥം വിത്തം ഇത് രണ്ടുമാണ് ധനം എന്ന വാക്കിന് പകരം ഉപയോഗിക്കാവുന്ന പദങ്ങൾ. ശരിയായ വാക്കുകൾ ഏത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് 2ഉം 4ഉം ശരിയാണ്. രക്ഷാകർത്താവ് ഹാർദം ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. രക്ഷാകർത്താവ് ഹാർദം. ഫാഷൻ മോങ്കർ എന്ന പദത്തിനുള്ള ഉചിതമായ തർജ്ജമ ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ് 1 മാത്രം ശരി. അഴകിയ രാവണൻ. കഥയുടെ പ്രധാനമായ അംശം ഒറ്റപ്പദം ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ് 2 മാത്രം ശരി. അതായത് കഥാസാരം. കഥയുടെ പ്രധാന അംശം എന്നത് കഥാസാരം. പിൽക്കാലം കണ്ണീര് എന്നീ പദങ്ങൾ പിരിച്ചെഴുതുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ് 1ഉം 3ഉം ശരിയാണ്. പിൻ അധികം കാലം പിൽക്കാലം. കൺ അധികം നീര് കണ്ണീര്. അകത്തു കത്തിയും പുറത്തു പത്തിയും എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്?
ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 4 മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഉള്ളിൽ വിരോധവും പുറമെ സ്നേഹവും. താഴെ പറയുന്നതിൽ പശ്ചിമഘട്ടം കടന്നു പോകാത്ത സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് ഉത്തർപ്രദേശ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ ഫോറസ്റ്റ് കൺസർവേറ്റർ ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ സി ആണ് ബോർഡിലോൺ. വനഭൂമി വനേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് നിയന്ത്രിക്കുന്ന ആക്ട് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980. താഴെ പറയുന്നതിൽ കേരളത്തിൽ വിദേശ സസ്യം അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ആഞ്ഞിലി. ബാക്കിയെല്ലാം വിദേശ സസ്യങ്ങളാണ്. അക്കേഷ്യ, യൂക്കാലിപ്സ്, കാറ്റാടി. ഫീമൻ പാണ്ട ഔദ്യോഗിക ചിഹ്നമുള്ള സംഘടന ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ് WWF. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫോറസ്റ്റ് മാനേജ്മെന്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ് ഭോപ്പാൽ. മീൻ വർഗത്തിലെ ഏറ്റവും വലിയ ജീവി ഏത്? ആൻസർ ഓപ്ഷൻ ബി ആണ് തിമിംഗല സ്രാവ്. താഴെ പറയുന്നതിൽ കടുവ സങ്കേതം ഇല്ലാത്ത സ്ഥലം ഏത്? ആൻസർ ഓപ്ഷൻ ബി ആണ് വയനാട്. താഴെ പറയുന്നതിൽ പശ്ചിമഘട്ടത്തിൽ മാത്രം കാണുന്ന മരം ഏത്? ആൻസർ ഓപ്ഷൻ ബി ആണ് ചെങ്കുറിഞ്ഞി. കേരള വൃക്ഷ സംരക്ഷണ നിയമം നിലവിൽ വന്നത് ഏതു വർഷമാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് 1986. കേരളത്തിലെ ഏക മയിൽ സങ്കേതം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ചൂലന്നൂർ. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളില്ലാത്ത ഒരു ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് കാസർഗോഡ്. ഗിണ്ടി നാഷണൽ പാർക്ക് ഏത് നഗരത്തിന് സമീപമാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ചെന്നൈ. താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ് വരയാട് തിരുവനന്തപുരം ജില്ലയിലെ വനങ്ങളിലും കാണപ്പെടുന്നു. അടുത്ത ചോദ്യം, സംസ്ഥാന വന്യജീവി ബോർഡിന്റെ ചെയർമാൻ ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് മുഖ്യമന്ത്രി. കേരളത്തിലെ ഒരു പ്രത്യേക ഭൂപ്രദേശം റിസർവ് വനമായി പ്രഖ്യാപിക്കുന്നത് ഏത് നിയമപ്രകാരമാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് കേരള ഫോറസ്റ്റ് ആക്ട് 1961. എന്താണ് NTFP? ആൻസർ ഓപ്ഷൻ ബി ആണ് തടി ഇതര വനോൽപ്പന്നങ്ങൾ. പ്രോജക്ട് എലിഫന്റ് ആരംഭിച്ച വർഷം? ആൻസർ ഓപ്ഷൻ എ ആണ് 1992. IT നിയമത്തിലെ ഈ വ്യവസ്ഥ പകർപ്പവകാശ നിയമത്തിന് കീഴിൽ ലഭ്യമായതിലും അപ്പുറമുള്ള കമ്പ്യൂട്ടർ സോഴ്സ് ഡോക്യുമെന്റുകൾ സംരക്ഷിക്കാനുള്ള ശ്രമമാണ്. ഓപ്ഷൻ ബി സെക്ഷൻ 65. ജോയിന്റ് അക്കാദമിക് നെറ്റ്വർക്കിലേക്ക് അനധികൃത ആക്സസ് നേടിയ പ്രതി അംഗീകൃത ഉപഭോക്താക്കൾക്ക് പ്രവേശനം നിഷേധിക്കുന്നതിനായി ഫയലുകൾ ഇല്ലാതാക്കുകയും ചേർക്കുകയും പാസ്വേഡുകൾ മാറ്റുകയും ചെയ്തു. IT ആക്ട് പ്രകാരം പ്രതി ചെയ്ത കുറ്റം ഏത് വകുപ്പിൻ കീഴിലാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് സെക്ഷൻ 66.